എടാ മോനെ, നീ ചിക്കൻ ടിക്ക കഴിച്ചിട്ടുണ്ടാ? ചിക്കൻ ടിക്ക കേട്ടിട്ടുണ്ട്, കഴിച്ചിട്ടില്ല. ഞാൻ ഉണ്ടാക്കി തരാ. നമ്മളിത് കരിയോ കിറിലോ ഒന്നും ഉപയോഗിക്കണില്ല. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കണം ദോശച്ചട്ടി ഉണ്ടെങ്കിൽ മാത്രം മതി ഇത് ഉണ്ടാക്കാൻ. അതിനു വേണ്ടി ഞാനിവിടെ എല്ലില്ലാത്ത 500 ഗ്രാം കോഴി ഇറച്ചാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ നല്ല ചതുര കട്ടയായി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ കറിക്കൊക്കെ മുറിക്കണ പോലെ. ഇതിപ്പോൾ ഞാൻ കഴുകി നല്ല വൃത്തിയാക്കി വെള്ളമൊക്കെ തോർത്തിയെടുത്തിട്ടുണ്ട്. അതിനു വേണ്ടി 2 ഉണ്ടമുളകും 1 വലിയ ഉള്ളിയും അരിഞ്ഞെടുക്കണം. അത് നമുക്കിനി അരിഞ്ഞെടുക്കാം. ഇങ്ങനെ മുറിച്ചിട്ട് കണ്ടില്ലേ, ഇറച്ചിനെക്കാളും കുറച്ച് ചെറിയ കഷ്ണമായി. ഇത് നമുക്ക് ഇങ്ങനെ മുറിക്കാം. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഈ കഷ്ണമായിട്ട് കിട്ടണം നമുക്ക്. കണ്ടില്ലേ, ഇങ്ങനെ ഇത് എടുത്തിട്ട് ഇത് ഇങ്ങനെ പൊളിച്ചെടുത്താൽ മതി. കണ്ടില്ലേ, ഇങ്ങനെ കിട്ടണം. എല്ലാം അതേപോലെ നമുക്ക് മുറിച്ചെടുക്കാം. നമുക്കിനി ഉണ്ടമുളകും കൂടി മുറിച്ചെടുക്കാം. ഉണ്ടമുളക് പറഞ്ഞാൽ ക്യാപ്സിക്കം മുളക്. അതേപോലെ നമുക്ക് ഇറച്ചിനെക്കാളും കുറച്ചുകൂടി ചെറുതാക്കി മുറിച്ചെടുക്കാം. ഇതേപോലെ ഇതേപോലെ മുളക് നമുക്ക് മുറിച്ചെടുക്കാം. ഇറച്ചിനെക്കാളും ഇച്ചിരി കൂടി ചെറിയ കഷ്ണങ്ങൾ. അതിനേക്ക് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ പച്ചക്കറി രണ്ടും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല ഉണ്ടാക്കിയെടുക്കാം. നമുക്കിനി ആദ്യം 4 ടേബിൾ സ്പൂണ് കട്ടിയായ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. പെരുംജീരകപ്പൊടിയാണ് കേട്ടോ. 1 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് 1 നാരങ്ങയുടെ പകുതി നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിൽ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നമുക്കിതിലിനി പാകത്തിനുള്ള ഒരു ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം എല്ലാം പാടെ. അങ്ങനെ എല്ലാതും ഇളക്കി നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കഴുകി വൃത്തിയാക്കി വെച്ച ഇറച്ചി ഇതിലേക്ക് എടുത്തിടാം. ഇനി നമുക്ക് ഇറച്ചി ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇറച്ചിയിൽ എല്ലായിടത്തും മസാല പെടണം കേട്ടോ. ഇറച്ചിയിലെല്ലാത്തിലും നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുളകും ഉള്ളിയൊക്കെ പാടെ ഇതിൽ ഇട്ട് കൊടുക്കാം. ഇതെല്ലാതും പാടെ ഒന്നുകൂടി മിക്സാക്കി എടുക്കാം. ആദ്യം ഞാൻ ഈ ഇറച്ചി മാത്രം മസാലയിലിട്ടത് ഇറച്ചിയിൽ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. പക്ഷെ ഫ്രീസറിലൊന്നും വെക്കരുത്, സാധാ നമ്മൾ വെക്കുന്നിടത്ത് വെച്ചാൽ മതി. നമ്മുടെ ഇറച്ചി മസാല പുരട്ടി വെച്ചിട്ട് ഇപ്പം 3 മണിക്കൂറായിട്ടുണ്ട്. ഞാൻ 1 മണിക്കൂറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ലേശം സമയം വൈകി പോയി. പക്ഷെ എത്ര നേരം ഇരിക്കണം അത്രയ്ക്ക് ടേസ്റ്റ് കൂടുതലാവും. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല മണമുണ്ട് കേട്ടോ, മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ കോലുകളാണ്, പപ്പടക്കോല്. ഇതിലാണ് കോർത്തിട്ട് ചുടാൻ പോണത്. ഇനി നമുക്ക് ഈ പപ്പടക്കോലിലൊന്ന് കോർത്തെടുക്കാം. ആദ്യം 1 മുളകാണ് കോർക്കണത്. രണ്ടാമത്തെ നമുക്ക് ഉള്ളി കോർക്കാം. മൂന്നാമത്തെ നമുക്ക് ഇറച്ചി കോർത്ത് കൊടുക്കാം.
ഇനി അതേപോലെ നമുക്ക് ഒരു കഷ്ണം മുളക് കോർക്കാം. പിന്നെ അതേപോലെ ഉള്ളി കോർക്കാം. ഇനി അതേപോലെ ഒരു ഇറച്ചി കോർക്കാം. ഇനി അതേപോലെ നമുക്ക് ഉള്ളി കോർക്കാം. മുളക് കോർക്കുകയാണ്. ഇനി ഒരു ഉള്ളി കോർക്കാം. ഇനി ഒരു ഇറച്ചി കോർക്കാം. ഇതേപോലെ നമുക്ക് ഫുള്ളാക്കി എടുക്കാം. അതിന് നമ്മൾ ഒരു കമ്പി സെറ്റാക്കിയിട്ടുണ്ട്. ഇതേപോലെ ഇനി എല്ലാതും ആക്കിയെടുക്കാം. അങ്ങനെ എല്ലാതും നമ്മുടെ കമ്പിയിൽ കോർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ പാടെ ചുട്ടെടുക്കാം. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ കൊള്ളണത് മാത്രമേ അതിൽ കോർക്കാവൂ. തോന കോർത്ത പാത്രത്തിൻ്റെ പുറത്താവുള്ളൂ. ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ വേണം കോർക്കാൻ. നമുക്കിതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ചട്ടിക്ക് പകരം നല്ല ദോശച്ചട്ടി വേറെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്കിതിൽ വെച്ച് കൊടുക്കാം. മീഡിയം തീ വെച്ചിട്ട് എല്ലാ സൈഡും മറിച്ചും തിരിച്ചും വെച്ച് ചുട്ടെടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ച് വെക്കാം. ഇത് കണ്ടില്ലേ? അതേപോലെ ഇത് മറിച്ച് വെക്കാം. ഇനി ഇതേപോലെ കത്തിച്ചു കൊടുക്കാം. ഇച്ചിരിച്ച കത്തിക്കണ കൊണ്ടാണ് കണ്ടില്ലേ പതുക്കെ കളർ വരുന്നുണ്ട്. അല്ലെങ്കിൽ തോന കളറും വരും, ഇറച്ചി വേവില്ല. നമ്മുടെ ചിക്കൻ ടിക്ക ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ ടിക്ക നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി എടുക്കാം. ഇത് കണ്ടില്ലേ? എല്ലാതും ഇഞ്ഞെടുക്കാം. കണ്ടില്ലേ? നമ്മുടെ ചിക്കൻ ടിക്കയുടെ എല്ലാ സൈഡും വെന്തിട്ടുണ്ട്. കണ്ടില്ലേ? എടാ മോനെ, ഇതാണ് ചിക്കൻ ടിക്ക. ചിക്കൻ ടിക്ക. ആ, തിന്നു നോക്കട്ടെ. രസമുണ്ടോ? ഇതാണ് ചിക്കൻ ടിക്ക. ഒരു കഷ്ണം കൂടി എടുക്കണ്ട കേട്ടോ. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സിമ്പിൾ ഉണ്ടാക്കാന്ന് ഞാൻ പറയില്ല, എന്നാലും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാം. നമ്മൾ മസാല പുരട്ടി വെക്കണ താമസം മാത്രമേ ഉള്ളൂ. ഉണ്ടാക്കാൻ എളുപ്പമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് മക്കളെ.